ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശ്രീലങ്കൻ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം പോകും എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു നിന്നത്. പക്ഷെ രാത്രി ആയപ്പോൾ ഞങ്ങൾക്കൊരു മടി, അങ്ങനെ വേണം പറയാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊളംബോന്ന് ബസ്സിൽ വന്നതൊക്കെ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു നൈറ്റും കൂടി ഒന്ന് കിടന്നിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, റോട്ടിൽ വെച്ച് ഉറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ വിടാം. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരുപ്പൂർ പോവാം. ഞങ്ങളപ്പോൾ ഇപ്പോൾ വേളാങ്കണ്ണി തന്നെയാണ് ഉള്ളത്. அப்போ அவங்க நேரே ஏதாவது கொஞ்சம் சாப்பிட்டுட்டு திருப்பூர் போகணும். ஆமாம். എന്താ ചേട്ടൻ ഇവിടെ രാവിലെ പൂരി ഇങ്ങനെ ചുട്ട് കൂട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൈ കഴുകിയിട്ട് വേറെ എന്തൊക്കെയാണ് ഉള്ളത്. പൂരി തന്നെ കഴിക്കാം അല്ലേ? ഇവിടെ നിന്ന് കഴിച്ചേ. അപ്പോൾ അതേ ആദ്യം പൂരി വന്നു. അതെന്താണ്? കിഴങ്ങ്. പൂരിൻ്റെ വലിപ്പം നോക്കി എത്ര ഉണ്ട് കേട്ടോ. പഞ്ചാൻ ചട്ടി. പോകും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം കേട്ടോ. കാരണം നമ്മളിങ്ങനെ കഴിക്കുന്നു വല്ലാണ്ട് കാണിക്കുന്നൊരു പരാതി വരുന്നുണ്ട് അല്ലേ? ഏതോ ഒരു ചേട്ടൻ പറഞ്ഞിട്ട് കൊള്ളാം. തമിഴ്നാട്ടിലെ ഫുഡിൻ്റെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അടിപൊളി ഫുഡായിരിക്കും. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെട്ടു. ഇന്നത്തെ കപ്പിത്താൻ ജിൻസാട്ടോ, ജിൻസാണ് ഇന്നത്തെ കപ്പിത്താൻ. ഇവിടെയൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങൾ, കാലി സ്ഥലങ്ങളാട്ടോ. ഇതുണ്ട്, ഒന്നുമില്ല, വെറുതെ വിജനമായിട്ട്. മറ്റേ സാധനമാണ് ഭയങ്കരമായിട്ട് അല്ലേ? ചെടി കള്ളിമുൾ ചെടിയുണ്ട്, എന്ത് പറയുന്നു അങ്ങനത്തെ ഒരു സാധനം. അത് വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക, പക്ഷെ മുള്ളുണ്ടാ പിടിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങള് തഞ്ചാവൂരിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. തഞ്ചാവൂർ ജില്ലക്കാരി ഒന്ന് ഇങ്ങോട്ട് വയ്ക്കുന്നു, പാടിക്കുക ശരിക്കും പാടറാ വലിയ പാട്ടൊന്നും പാടിക്കടാ. അങ്ങനെ ഞങ്ങള് തഞ്ചാവൂര് കയറി, ഇനി തഞ്ചാവൂരിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകാം. അതിനിടയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ വരൂലേ. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞങ്ങളൊരു എന്താ പറയുക 4 ലൈൻ ഹൈവേ കയറി. ഇത്ര നേരം ഒരു ഉടായ്പ വഴി കൂടി വന്നുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ജിൻസങ്ങ് ചവിട്ടാൻ തുടങ്ങി വണ്ടി. നീ നിക്കറിട്ടേക്കുന്നേ? നല്ല നിക്കറാണല്ലോ. ഇങ്ങനെ പോവാട്ടോ. നമ്മുടെ ലക്ഷ്യം തിരുപ്പൂരാണ്. തിരുപ്പൂർ മാർക്കറ്റ്. അതെ, തിരുപ്പൂർ ലക്ഷ്യമാക്കി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിക്കൂർ യാത്രയുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ഇന്ന് നമുക്ക് കുക്കിംഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്ത് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാം. അതിനിടയ്ക്ക് നമുക്ക് വെള്ളം എടുക്കണം. അടുത്ത എവിടെയെങ്കിലും പമ്പിൽ കയറ്റി നമുക്ക് വെള്ളം എടുക്കാം. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇന്ന് ബിരിയാണിയാണോ? ഇന്ന് ബിരിയാണിയാ? ഇന്ന് തമിഴ്നാട് ബിരിയാണി അല്ലേ? അപ്പോൾ എന്തായാലും പച്ചക്കറി വാങ്ങിയില്ലല്ലോ കുറച്ച് മുമ്പോട്ട്. അവിടെ പച്ചക്കറി കടയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചക്കറിയും കൂടി മേടിച്ചിട്ട് വേഗം പോകാം. അയ്യോ, ഒരു രക്ഷയില്ലാത്ത ചൂടാ, ഭയങ്കരമായ ചൂട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുത്തൊരു സ്ഥലത്ത്, അവിടെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഏതാണോ സ്ഥലം? പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണേ. മോസസേ, മല്ലിച്ചപ്പൊക്കെ ഉണ്ടോടാ? ബിരിയാണി വെക്കുകയാണെങ്കിൽ മല്ലിച്ചപ്പൊക്കെ വേണേ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ അണ്ണാ? இந்த ஊரோட പേര് എന്നാ? വെറൈറ്റി പേര്. നമുക്ക് മനസ്സിലായില്ല കേട്ടോ, കറക്റ്റ് മനസ്സിലായില്ല. വഴുതനങ്ങ 10 റുപ്യക്ക് തരാൻ പറഞ്ഞാൽ മതി. ഈ കൊച്ചിനെ ഓടിക്കുവോളോ? വാഴയിലാക്കണോ ഇന്ന്? പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് മതി. ബിരിയാണി മസാല മേടിച്ചില്ലേ? ബിരിയാണി മേടിച്ചില്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് കളവുകളായിട്ട് ബിരിയാണി ഉണ്ടാക്കാം. തമിഴ്നാട്ടിൽ വന്നാൽ തമിഴ്നാട് ബിരിയാണി അല്ലേ? അങ്ങനെ 30 രൂപയ്ക്കുള്ള പച്ചക്കറി വാങ്ങിട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി മൊത്തം എത്ര ചിലവ്? 60ഉം 30ഉം. അവിടെ എത്ര കോഴിക്കടയിൽ? കോഴിക്കടയിൽ എത്രയാ? കോഴിക്കടയിൽ എത്രയാടാ? കോഴിക്കടയിൽ 60ഉം മസാല 15 രൂപ. അപ്പോൾ 75ഉം ഈ 30ഉം. ടോട്ടല് 100 രൂപയായിട്ടുള്ളൂ കേട്ടോ ബിരിയാണിക്ക് അല്ലേ? അതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഈ മോസസിൻ്റെ വണ്ടീൻ്റെ ഇതൊന്ന് പിടിക്ക്. മോസസിൻ്റെ വണ്ടീൻ്റെ അലവിയിലൊന്ന് കാണിച്ചു തരാം കേട്ടോ.
ആ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, മോസസ് കർണാടകക്കാരനാണ് അല്ലേ? ഇതാണ് മോസസിൻ്റെ വണ്ടീൻ്റെ അലോയ് വീൽ. ഇത് നോക്കിയേ, ജി മാക്സിൻ്റെ അലോയ് വീലാട്ടോ. ഇത് എത്രയാണ് ഇത് 4നും കൂടി? എത്ര? അടുത്തൊരു ദിവസം നമുക്ക് വണ്ടീൻ്റെ മൊത്തം ഒരു റിവ്യൂ കാണിക്കാം, മോസസിൻ്റെ വണ്ടി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇടും മോസസിൻ്റെ വണ്ടി. എന്ത് ചിക്കനൊക്കെ എന്ത്? ആച്ചി മസാല കേട്ടോ, ആച്ചി മസാല അടിപൊളി സാധനം. എടാ എനിക്കും വെള്ളം വേണ്ട. എന്തൊരു സാധനമാണ്, കുടിവെള്ളം തരിക, ചാകാൻ കിടന്ന ഒരു തുള്ളി വെള്ളം തരികയല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു പമ്പിൽ വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചേച്ചിമാരുടെ പമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അക്കാൻ്റെ അടുത്ത് ചോദിച്ചു, പാത്രം കഴിക്കോളാൻ പറഞ്ഞ്. പിന്നെ അതേപോലെ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുത്തു. ചേട്ടാ വണ്ടി ലോക്കാക്കിയടാ, ഡിക്കി കുഴപ്പമുണ്ടോ? അപ്പോൾ അതാ വെള്ളം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം അടിച്ച് പാത്രം കൂടി കഴുകിയിട്ട് പോട്ടോ. കാരണം നമ്മൾ 2 ദിവസം മുമ്പ് നമ്മളന്ന് എങ്ങനെ കഴുകിയതാണ്? ആര്യവേപ്പിൻ്റെ ഇല വെച്ച് കഴുകിയതാണ്. അപ്പോൾ കഴുകിയില്ലേ പണി പാടും കേട്ടോ. എന്നിട്ട് വേണം നമുക്കിനി കുക്ക് ചെയ്യാൻ. അവിടെ ആ മുമ്പിൽ നമ്മൾ ഒഴുകുന്നതാണ് നമ്മുടെ കാവേരി റിവർ കേട്ടോ. ആ കാവേരി റിവറിൽ വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല. എന്താല്ലേടാ അവസ്ഥ, വെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല അതിൽ. വേഗം അങ്ങോട്ട് കഴുകേ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുത്തു. അക്കാ ബൈ, താങ്ക്സ്. അപ്പോൾ അതെ ഇപ്പം എങ്ങനെയുണ്ട് മോസസ്, വെള്ളം കിട്ടിയില്ലേ? ഇതിൽ മോസസിനൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയാം, വെള്ളം എടുക്കാൻ സമ്മതിക്കുമോ? നമ്മളിപ്പോൾ എത്ര കുപ്പി വെള്ളം എടുത്ത്? 7 കുപ്പി വെള്ളം എടുത്തു കേട്ടോ. അതും 1.5 ലിറ്ററിൻ്റെ 7 കുപ്പി വെള്ളം എടുത്തു. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് ബേഡ്സ് പാർക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം എന്താ സംഭവം എങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ കയറിയിട്ട് ഇത് എന്താണെന്ന് നോക്കി നോക്കാം. ഫോൺ കയറ്റാൻ പറ്റുമോയെന്ന് അറിയില്ല, നോക്കാം. ആദ്യം നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഒളിച്ചും പാത്തൊക്കെ വീഡിയോ എടുക്കാം. എന്തായാലും കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് തൃച്ചി ബേഡ്സ് പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. എത്ര? ദൈവമേ, എന്നാൽ ഞാനൊരു പണിയാ, നീ കയറിയിട്ട് വാ. ഫുൾ പാക്സ് 200. ഇപ്പോൾ കുറച്ചതാണ് കേട്ടോ ഇച്ചിരി. പിന്നെ ഇച്ചിരി കുറച്ചതാണോ ഇത്? ആദ്യം 300 പിന്നെ 200 ആക്കി. ഹാഫ് എന്ന് പറയുന്നത് 150, ബേബീസ് ഫ്രീ. പുതിയതല്ലേ? അപ്പോൾ നമ്മുടെ ബേഡ്സ് പാർക്കിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു മാപ്പാട്ടോ ഈ കാണിച്ചേക്കുന്നത്. മിനി കഫേ, തിയേറ്ററൊക്കെ ഉണ്ട്. അന്ത തിയേറ്റർ എന്താ തിയേറ്റർ? 70mm 3D. ശരി. 3D തിയേറ്ററൊക്കെ ഉണ്ട്. അതെ, വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ശരിക്കും ഇത് റോട്ടിൽ കൂടി പോകുമ്പോൾ ചുമ്മാ നോക്കിയപ്പോൾ കണ്ടതാണ്. എന്തായാലും കൊള്ളു. തുടങ്ങിയിട്ട് എവിടെ വായിച്ച് സ്റ്റാർട്ട് പണിയൊക്കെ അപ്പുറം ഫെബ്രുവരി 9, 2 മാസമായിട്ടുള്ളൂ. ഇതുണ്ട് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ മെട്രോയിലൊക്കെ ഉള്ള പോലെ ഇവിടെ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. അപ്പോൾ അവിടെ തുറക്കും, എന്നിട്ട് കയറി പോകാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ബേഡ് സാനിറ്ററിൻ്റെ അകത്തേക്ക് കയറി. ആദ്യം തന്നെ കാണുന്നുണ്ടെന്നുണ്ടോ ഒട്ടക പക്ഷി, ഓസ്ട്രിച്ച്. ഉള്ളിൽ നിന്നൊക്കെ കുറേ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലേ? കൊത്തുവേണേ, കൊത്തു നമ്മളെ. വിളിക്കണേ ഓസ്ട്രിച്ച് സാധനം കേട്ടോ. തല കുനിച്ച് വരുന്നത്. ഇതില് തീറ്റ കൊടുക്കാന്ന് തോന്നണ അല്ലേ? തീറ്റ കൊടുക്കാം, ഫീഡിങ് ഉണ്ട്. ഇത് അതാണ് ഇതിങ്ങൾ ഇങ്ങനെ തല പുറത്തേക്ക് ഇടുന്നത്. പുല്ലൊക്കെ തരുന്നത്. ഹായ്, ഹലോ. കൊത്തുവോ? ഹലോ. കൊത്തായിക്കോ ഒന്നും പറയാൻ പറ്റില്ല. ബേഡ്സ് ഫീഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഫീഡിങ് ഉണ്ട്. നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരില്ല കേട്ടോ. ശ്രീറാം ഫ്രീക്കൻ അല്ലേ? ഫ്രീക്കൻ പയ്യൻ. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയാണ് ശ്രീറാം എന്ന് പറയുന്ന പയ്യനെ വിട്ടേക്കുന്നത്. இல்ல அது சாப்பிட்டதுக்கு அப்புறம் டைஜஸ்ட்காக கல் எடுத்துப்பாங்க. இது ஆக்சுவலா டிசைனுக்காக தான் வச்சிருக்கு. உள்ள கருங்கல்லாம் இருக்கு பாத்தீங்களா, அது சாப்பிடாதுங்க. ஆல்ரெடி ஃபுட் எடுத்திருக்கும், அதை வந்து அப்படியே அரைச்சு இது பண்ணும். அப்புறம் அந்த கல்லு அது டைஜஸ்ட் ஆயிடும். கல்லு டைஜஸ்ட் ஆமா டைஜஸ்ட் ஆயிடும். கல்லு திரவிச்சு ஊத்தும் அல்ல? திரவிச்சல்லடா. இது ஃபீடு ஃபீடு இவங்களுக்குன்னு ஒரு ஃபுட் இருக்கு. ஹாஸ்டீச் வர்ற ஆளுங்களுக்கு ஃபீடிங் கீரை கொடுப்போம். கீரை கட்டு மார்னிங் வந்து எல்லாத்துக்கும் ப்ரொவைட் பண்ணுவாங்க. இங்க விசிட்டர்ஸ்க்கு வந்து
அதான் கீரை ப்ரொவைட் பண்ணிடுவோம். கீரை கொடுப்பாங்க. ஆஃப்டர்நூன் டைமில் ஈவினிங் டைமில் கொடுக்க மாட்டாங்க. மார்னிங் மட்டும் கொடுப்பாங்க. ஒரு லிமிட்டட் பர்ஸ் ஒரு 10 kg கீரை எடுத்து அப்படியே கொடுத்துருவோம். இது ஈமோ. ஆமாம், ഓസ്ട്രിച്ച് എമു ஒன்றும் டிஃப்ரென்ஸ்லாம் அவ்வளோக்கும் எதுவும் கிடையாது. பட் ஆனால் அவங்க வேற ஸ்பீசிஸில் வருவாங்க, இவங்க வேற ஸ்பீசிஸில். ஆமாம், லார்ஜ் ஷார்ட்டாக இருக்கும். அவங்க நெருப்பு கோழி, இவங்க ஈமு கோழி. அது வேற டிஃப்ரென்ஸ் வரும். பட் ஆனால் பார்க்கறதுக்கு எல்லாமே ஒரே மாதிரியே தான் இருப்பாங்க. ஆமாம், இது பீஜியான்ஸ். இங்கேருந்து இதுலேருந்து போயிடும். ഇവിടെ കണ്ട് വേണം പോയാൽ. അതിന്റെ തൂവല് ഉണ്ടോ അല്ലേ? തൂവല് വെറൈറ്റി ആയിട്ടുണ്ട്. നല്ല കളർ അല്ലേ? സുരുൾ റക്കൈ, ഫ്രിൽ ബാക്ക്. ജർമ്മനി ബ്ലൂ പൈഡ് നോക്കണുണ്ടോ? ഇത് ജർമ്മനി നെതർലാൻഡ്. തുർക്കി. അതിന്റെ മറ്റേ തുർക്കി കോഴിനെ പോലെ തന്നെ അതിന്റെ കൊക്കിന്റെ മേളിൽ ഇത് വന്ന് ഡയമണ്ട് ആവും. എന്റെ വീട്ടിലുണ്ട്. ആണോ? ലോങ് ഇംഗ്ലണ്ട്. ജർമ്മനി. മുട്ട പോട്ടിരിക്കത്? ഇല്ല. തുർക്കി. ഇതും തുർക്കി കേട്ടോ. ഓറിയന്റൽ. ഇതും തുർക്കിയാണ്. ഇത് തൂലങ്ങനെ കൊത്തി വെച്ചേക്കുന്നതാന്ന് തോന്നുന്നല്ലേ? ഇത് നിങ്ങൾ കൊത്തുന്നതാണോ? അല്ലല്ല, അതങ്ങനെയാ. സെറവലി. அது நார்மலாவே அப்படியே தான் இருக்கும். സ്പെയിൻ. ഏഷ്യ. ഇത് പൊളിയാണോ അല്ലേ? ഇത് തലേന്തി ഫ്രണ്ട് സൈഡ് இருக்கு. இது ஆக்சுவலா சைடு போர்ஷன். ഇതിനെ കാണണമെങ്കിൽ ഇച്ചിരി പാടാട്ടോ. നമ്മളെ ഇഷ്ടപ്പെട്ടില്ല, അതാ അല്ലേ? നമ്മളെ പിടിക്കലേ. ഫേസ് കാട്ടറാங்க பாருங்க. അതാ ഇതാണ് ഒളിപ്പിച്ച് വെച്ചേക്കാണ് തലേന്റെ ഉള്ളില്. ഫേസ് കാട്ടർ. ഇച്ചിരി വലിപ്പം കൂടുതൽ. കോഴിയുടെ വലിപ്പമുണ്ട്. ഇവിടെ ഇത് യൂറോപ്പ് അല്ലേ? അപ്പുറത്തേക്ക് പോവാം. ഹംഗറി. ഇത് പ്രാവുകൾ തന്നെ പല രാജ്യത്തുനിന്നുള്ള പ്രാവ്. കുറച്ച് വലിപ്പമുണ്ടാവും. எக்லே பண்ணிருக்காங்க ஆக்சுவலா. മുട്ടയിട്ടുണ്ട്. അടിയിൽ മുട്ടയുണ്ട്. കാണാൻ ഞാൻ കണ്ട് മുട്ടയുണ്ട്. അപ്പുറ സൈഡിൽ മുട്ട ഇരിപ്പുണ്ട്. இது முட்டை போடும்போது சேஞ்ச் பண்ணுமா இல்ல இப்படியே வச்சிருக்கோம்? இப்படியே தான் வச்சிருக்கோம். இதுலயே எக்லே பண்ணிக்கும். ஆல்ரெடி சிக்ஸ் எடுத்துட்டோம் அதுல இருந்து. இப்போ செகண்ட் கிளச் உட்காந்துருக்காங்க இங்க வந்ததுக்கு அப்புறம். நீங்க சேல் பண்ணுவீங்க? இல்ல இங்க பீஜான்ஸ் இப்போதைக்கு சேல்ஸ்ல இல்ல. டக்கும் ஹென் மட்டும் சேல்ஸ்ல இருக்கு. എടാ ഇതിന്റെ കാലിൽ ഒരു മോതിരം കണ്ടാ? അത് റിംഗ് ഇട്ട് കൊടുക്കുന്ന. ഇത് വേറെ ഒന്നും ഇംഗ്ലണ്ട് തന്നെ. சாதா கோழிமா இல்ல ஃபேன்சி கோழிகள் இருக்கா? ஃபேன்சி கோழி அது இதுக்குள்ளே இருக்கு. ஆமா, இதுக்குள்ளே தான் இருப்பாங்க. அந்த ஷீட்ஸ்ல மட்டும் உட்காந்துப்பாங்க. அப்படியே போனாலும் இவங்க, அதாவது இந்த இடம் அவங்களுக்கு ஐடென்டிஃபை பண்ண தெரியும். பீஜியன்ஸ்னாலே அவங்களுக்கு ஐடென்டிஃபை அதிகம். ഇതുണ്ട്. ഇത് ഇവരിങ്ങനെ ഓപ്പൺ ആയിട്ട് വിട്ടേക്കാം. എന്നിട്ട് ഇത് പുറത്ത് പോയാലും തിരിച്ചു വരും. അത് കൊള്ളാം അല്ലേ? പക്ഷെ ഇത് ഫുള്ള എല്ലാ വെറൈറ്റി இருக்கும். மிக்ஸ் ஆகாதா? மிக்ஸ் ஆகாது. இந்தியா சைனா அந்த மாதிரி மிக்ஸ் ஆகாது. അല്ല ചോദിക്കൽ ഡൗട്ട്. അതെ ഇതിന്റെ ക്വാളിറ്റി വരും. ഇത്ര കോഴി ഫാൻസി പോൾട്രി കോഴികളാട്ടോ. ഫാൻസി കോഴികളാണ് ഇതൊക്കെ. ഇതെന്നെ കോഴി? ഇത് പോലീസ് ചൈനയാണോ? പോലീസോ? ആമാ, പോലീസ് ക്യാപ്പ്. ഇതിന്റെ ചിക്സ് എടുക്കുക.
இதோட சிக்ஸும் இருக்கும். எவ்வளோ வருது വെറൈറ്റി 2 பீஸ் 500. இது இதா? ஆமா, எல்லாமே. இப்போ இவங்களோட சிக்ஸ் இருக்கு அப்படின்னா இவங்கெல்லாம் மோஸ்ட் ஆஃப் வந்து இங்க ஒரு 2-3 ஹென்ஸ் மட்டும் தான் அடக்காத்து இது பண்ற, மீதி எல்லாம் இன்குபேட்டர் பண்ணிடுவாங்க. நீ வரது எல்லாத்தையுமே இதுல எல்லாமே இருக்கும். ഇച്ചിരി അപ്പുറം எல்லாமே இருக்கும். இதுல ஒரு பேர் எனக்கு கொடுக்கணும், பே பண்ணலாம். இல்ல ஆக்சுவலா இப்ப இவங்களோட சிக்ஸ் இல்ல, நான் காட்டுறேன். இதை முடிச்சிருக்கு. இது பிரம்மா, இதெல்லாம் பிரம்மா. അമ്മ ഇത് പൊളിച്ച്. எனக்கு வந்து இந்த பெட்ஸ் இதெல்லாம் ரொம்ப இன்ட்ரெஸ்ட். பிரம்மா பிரம்மா இது இது அடிப்படை இது கிட்டியாலும் இதுப்பா ഇതെന്താ സാധനം? வெரைட்டி, அது ஒரு வெரைட்டி கொள்ளலாம். ஆமா, ரொம்ப ஷார்ட்டா ഓ ഇച്ചിരി ഉള്ളല്ലോ. மலேசியா നമ്മളാ കണ്ട പ്രാവ് പോലെ ഉണ്ടല്ലേ? ഇത് சவுத் அமெரிக்கால, സൗത്ത് അമേരിക്ക. இது பத்திய தாடி கண்டறான். எல்லாம் ஒரு ஃபீமேல் ஒரு மேல். இது வந்து ஜப்பான் பஷ்மா. എന്താ അത് പറയണേ? നീ ജപ്പാൻ പഠിക്കണം. இது கூட ஒரு வெரைட்டி. இதுதான் ஏசியா. இது சைனாக்காரி. ബേ 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 അങ്ങനെ വിളിക്കണം, അല്ലാണ്ട് ചുമ്മാ നീ വിളിച്ചാൽ വരുമൊന്നുമില്ല. ഇത് കരിങ്കോഴിയാണോ? பாக்ஸ் ன்னு வரும். அப்படியே வாங்கிட்டு ஃபீனிக்ஸ். ஃபீனிக்ஸ் சீக் மட்டும் ஒயிட்ல இருக்கும். அந்த சீக் மட்டும் പ്യൂർ ബ്ലാക്ക് ചീക്ക്. സുൽത്താൻ. ഓ സുൽത്താൻ തുർക്കിയുടെ സാധനം കേട്ടോ. സുൽത്താനാണ് സുൽത്താൻ. അവിടെ ഒരു ക്ലോക്കൊക്കെ ചെയ്ത് ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട്. இதுல சிக்ஸ் எல்லாமே சேல்ஸுக்கு. இதுவும் அங்கே ഡച്ചും. അത് ഇത് முடிச்சுட்டு പോകலாம். ഇതിൽ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാനുള്ള ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ വന്ന് മേടിക്കാം. ഇവിടെ വന്നിട്ട് മേടിച്ചാട്ടോ. അത് പോലീസ് ക്യാപ്പ് ഉണ്ട്. ഇത് போலீஸ் கேப். இவங்க பிரம்மா. பிரம்மானே. ஐயோ, സൗത്ത് അമേരിക്ക. ஆமா, சவுத் அமெரிக்கா. அந்த ഇതില് പോലീസ് ക്യാപ്പ് അന്താ പോലീസ് ക്യാപ്പിനടുത്ത്. ഇത് തുറക്കുവാണ് കേട്ടോ. തുറന്നത് കുഞ്ഞിനെ എല്ലാവരും കൂടി കരുതുന്നത് പഠിക്കോ? നല്ല രസമുണ്ടല്ലേ? വേണ്ട, എന്നെ കടിക്കില്ലേ? നീ വെച്ചോ, ഞാൻ എടുത്തോളാം. കടിക്കുമാ? கொடுங்க. ആഹാ, നല്ല രസമുണ്ടല്ലോ. എന്റെ കൈയും കൂടി തിന്നുവോ? അയ്യോ, இது என்ன? இது ஸ்டார்டர் ஃபுட். என்ன ஃபுட்? அது டச் ஃபுட்னு ஒன்று தனியா இருக்கு ஆக்சுவலா. கழுகுமா? இல்ல வேணாம். அது அவங்க வாஷ் பண்ணிப்பாங்க. அந்த வாட்டர் தான் குடிப்பாங்க. പ്രസൻസ്. பிரசன்ஸ். பிரசன்ஸ். ஆனா இது இல்லையா? சிக்ஸ். சிக்ஸ் இவங்க சேல்ஸ் கிடையாது. ஏன்னா இவங்க வந்துட்டு ரொம்ப சென்சிட்டிவ் பேர்ட்ஸ் ஆக்சுவலா. இவங்க இதுலயே வீட்டுல அந்த வெளியே விட்டு அந்த அப்படிலாம் பண்ணவே முடியாது. சான்ஸே கிடையாது. ஓடி போறத விட அது எப்படி சொல்றது, நம்ம போய் பயம் படுத்தி அவங்க கதவுல போய் லைட்டா இடிச்சாங்கன்னா கூட டெட் ஆயிடும். ரொம்ப சென்சிட்டிவ் இருக்கலே. ரொம்ப ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മൾ ഒരു ഡോർ പോലും സ്പീഡിൽ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചു. ஆமா, ரொம்ப சென்சிட்டிவ். அந்த மாதிரியா? எல்லாமே ഇത് ഫുള്ളാவே പ്രസൻസ് தான். അപ്പൊ ഇതിങ്ങളെ ഒന്നും കുഞ്ഞുങ്ങളെ കിട്ടില്ല കേട്ടോ. വളർത്താൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ആവുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ. അതെ, നിലവിലില്ല. அவங்க பிரசன்ஸ் வந்து பார்த்தாலே அழகுதான். அழகுக்கு வச்சுக்கலாம். ஆமா, மயில் மாதிரி இருக்கும். அழகுக்கு நம்ம வச்சுக்கலாம். பட் ஆனா நார்மல் ஹென் மாதிரி கிடையாது. அவங்க வீட்டுல வந்து உருறது அந்த மாதிரி பண்ண முடியாது. നമുക്ക് നേരെ അക്വേറിയത്തിലേക്ക് കയറാം. ഫിഷുകൾ സെയിൽസ് இருக்கா? இல்ல ஃபிஷ் சேல்ஸ் கிடையாது. எல்லாமே உள்ள வந்து ஃபுல்லா ஏசி. ഫുള്ള് എ സി ആണ്. ഇതെന്ത് മീനാ? ഇലക്ട്രിക് ബ്ലൂ ജാക്ക്. കറണ്ട് അടിക്കോ? അറിയില്ല. ഇത് വേറെ ப்ளூ ரிமீஸ், கோல்டன் ரிமீஸ். അപ്പുറത്ത് ഒരു സാധനം ഇതല്ലേ? ഇത് മീനാണോ? യെസ്, ഗോസ്റ്റ് ഫിഷ്, ബ്ലാക്ക് ഗോസ്റ്റ്. ഞാൻ ഇന്നേ വരെ കാണാത്തൊരു സാധനം കേട്ടോ. അടിപൊളി. ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് നമ്മൾ
ജെല്ലി ഫിഷ്. ആ ഇതൊക്കെ റയർ ഐറ്റംസ് ആണ്. എന്ത് ഏതാ കൈ കൂപ്പി പിടിക്കണേ, അതിനാണ് ഈ സാധനത്തെ വെച്ചേക്കണേ അല്ലേ? ഈൽ ഇലക്ട്രിക് ഈല, പൈപ്പ് ഈല്. അത് പാമ്പ് പോണല്ലോ. பெரிய சைஸ் சின்ன சைஸ். ആ இல்ல அவங்க மோஸ்ட் ஆஃப் கரையில மட்டும் தான் இருப்பாங்களே. ഞണ്ടാണ് ഞണ്ട്. ஆமா, அது தண்ணி இதுவும் மேல படணும் அவங்க. പക്ഷെ കുഞ്ഞു ഞണ്ടല്ലേ? മീനാ? நண்டு நண்டு ഞണ്ടാണ്. நண்டு. ஆமா. അതിനാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഒച്ചപ്പാട്. ഇത് നോക്കി, டெட்ரா ഇതെല്ലാം പല സ്ഥലത്ത് നിൽക്കുന്നു അല്ലേ? அப்படியே ஸ்டாச்சு மாதிரி இருப்பாங்க. இப்ப நம்ம கை வச்சா மட்டும் அந்த சடனா அவங்களோட ரியாக்ஷன் சடனா സഡനായിട്ട്. ஆனா சைலண்ட் மாதிரி சைலண்டா அப்படியே ஸ்டாச்சு மாதிரி இருப்பாங்க. ഇപ്പൊ അടുത്തത് ന്യൂ റെയിൻബോ. ഇതെന്താ? ചൈനീസ് ഹൈപ്പ് ആൻഡ് ബാൻഡ്. ഇത് നമ്മുടെ നാട്ടിലെ കരിമീനല്ലേ? This piece. Expensive. ഇത് നമ്മുടെ നാട്ടിലെ കരിമീനല്ല. കരിമീനാണോ? ഇത് നല്ല രസം കേട്ടോ. ഇത് ഒരു കൂട്ടിൽ 3 ഐറ്റംസ് എടുക്കാ. യെസ്. ഓ ഇതിൽ 3 ഐറ്റംസ്. ആർച്ചർ ഉണ്ട്, ചൈനീസ് കിൻഫിൻ ഉണ്ട്, അതേപോലെ അമേരിക്കൻ റെഡ് ഫ്ലാഗ് ടൈൽ ഉണ്ട് സാധനം. ഇത് കരിമീൻ. ഇത് സ്ക്രാച്ച്. പാരറ്റ് ഫിഷ്. പാരറ്റ് ഫിഷ്. പാരറ്റ്. ஐ லைன்ஸ் மார்க் ரெட் கலர், அது கோடு போட்ட மாதிரி இருக்கும். அது கியூட்டா இந்த வெரைட்டி மட்டும். இவங்க அதே மாதிரி கும்பலாவே தான் சுற்றுவாங்க, தனித்தனியா. ஆமா, தனித்தனியா பிரியவே மாட்டாங்க. இப்போ இவங்கெல்லாம் தனித்தனியா போவாங்க, இவங்க தனித்தனியாலாம் போகவே மாட்டாங்க, கும்பலாவே தான் இருக்கும். കൂട്ടത്തോടെ സഞ്ചരിക്കുള്ളൂ. കൂട്ടത്തോടെ സഞ്ചരിക്കുന്ന മീനുകളാണിത്. ഇത് இங்கே 3 வாட்டர்ஸ் ஃபிஷ் மட்டும்தான். நார்மல் வாட்டர், அக்வா வாட்டர், சீ வாட்டர். പുള്ളി നോക്കണത് മോശം, നമ്മളെ തന്നെ നോക്കണേ. ബലൂൺ ടെക്സാസ്. നല്ല രസമുണ്ടല്ലേ? ഒക്കെ 2-3 തരമാണ് കേട്ടോ, എനിക്ക് പേരറിയില്ല, അതാണ് ഞാൻ പറയാത്തത്. ഇതില് 1, 2, 3, 4, 6 ഐറ്റാ? 7. 7 ഐറ്റം. 2, 3, 4, 5, 6, 7. 7 ഐറ്റം മീനുകളുണ്ട് ഇതില്. അത് സാധനം സ്റ്റാർ ഫിഷ്. അത് സ്റ്റാർ ഫിഷ്. ഏത് സാധനം? ഇതുണ്ടോ? ഒരു സ്റ്റാർ ഫിഷ് ഇരിക്കുന്നുണ്ട്.
അത് വെറൈറ്റി സാധനമുള്ളൂ. സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷ് കിട്ടുന്നത് ഇതാണ് സ്റ്റാർ ഫിഷ്. ലോങ് വെറൈറ്റി. ഇത് ഇനി ഫുള്ള് ലോങ് വെറൈറ്റി ആയിട്ട് പോയി. இவங்களுக்கு மட்டும் ஃபுட்ஸ் மாறும். அவங்களோட தனி ஃபுட்ஸ். அப்புறம் சிக்கன் ஹார்ட் அது ஃபீட் பண்ணுவோம். வீக்லி 3 டைம்ஸ் வந்து சிக்கன் ஹார்ட். நார்மல் டைம்ஸில் அவங்களுக்குன்னு ஒரு ஃபுட் இருக்குது. டெட்ரா பிரைட்ஸ் கொடுக்க மாட்டோம். ஆமாம். இப்போ ஒரு 4 டேங்குக்கு ஒரு ഫുഡ് அப்படின்னா இன்னொரு പിള്ളേരൊക്കെ വരികയാണെങ്കിൽ പിള്ളേർക്ക് ഉള്ളിൽ പോയി ഫീഡ് ചെയ്യാം. വലിയ ആൾക്കാരെ വിടൂല. ഇതെന്താ സാധനം? മോയിലോ? മോയിലാ? ഓയില് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. கின்னி பிக்ஸ் ரேபிட்லி ஹை வெரைட்டி ஒன்லி ஷோக்கு. மீதி எல்லாமே உள்ள இருக்கு. ഇതുണ്ട്. ഇത് ഹൈ വെറൈറ്റി ആണ്. എന്താ சொல்ல ഷോയ്ക്ക്. ഇത് മോയിലല്ലേ? கின்னி பிக். கினி பன்னி. அது குட்டி. இங்க போட்ட குட்டி. இவங்க 2 பேரும் இங்க போட்ட குட்டி. ஆமா, இவங்க 3 பேர். இதோ அங்க 2 பேர் இப்பதான் குட்டி போட்டு இது பண்ணிட்டு இருக்காங்க. ആക്ച്വലി മൊയിലിന്റെ പോലെ തന്നെ ഉണ്ട്. ഗിനിപ്പന്നി എന്ന് പറയുന്ന സാധനല്ലേ? ഇതൊക്കെ അങ്ങനത്തെ വെറൈറ്റിയാ. ആ വെറൈറ്റി അല്ലേ? സാധാ ഗിനിപ്പിക്കല്ല. സാധാ ഗിനിപ്പിക്ക് അവിടെ ഇത് മൊയില്. லாப். നെതർലാൻഡ് லாப். இவங்க வந்து ஆக்சுவலா அப்படியே வந்து ஆட்டுக்குட்டி மாதிரி இருப்பாங்க. ஃபேஸ்லாம் பார்த்தா ராபிட் மாதிரியே இருக்க மாட்டாங்க. ആടിന്റെ പോലെ ഉണ്ടാവും. அது ஃபேஸ் பார்த்தாலே தெரியும். ഉറങ്ങും. ഉറക്കത്തിൽ നീ ശല്യപ്പെടുത്തല്ലേ? ஆமா. இவருங்க லயன் ஹெட். ஆமா, இவங்க மெயின்டெனன்ஸ் கஷ்டம். பட் ஆனா பார்க்க பெருசா இருப்பாங்க. முடியெல்லாம் நிறைய இருக்கும். பட் ஆனா வெயிட் ரொம்ப கம்மி. தூக்குனீங்கன்னா வெயிட்டே இருக்க மாட்டாங்க. ஆமா. ரெக்ஸ். ഇതൊരു വെറൈറ്റി. ഇത് வந்து ഇത് കറക്റ്റ് പിള്ളേർ കളിക്കുന്ന ரொம்ப கம்மி അല്ലേ? അതുപോലെ ഉണ്ട്. இதுவும் இங்க சேல் பண்ணுமா? இவங்க குட்டீஸ் வந்து ப்ரீடர்ஸே வாங்கிக்கிறாங்க. ஆக்சுவலா இங்க வந்து எல்லாமே கரெக்டா ப்ரீட் ஆகுது அப்படின்னு சொல்லி ப்ரீடர்ஸே டைரக்டா எடுத்துக்கிறாங்க. ஆனா இப்போதைக்கு கஸ்டமர் கொடுக்க ஆரம்பிக்கல. அதை பார்த்தலாம். ராபிட். മോസസ് ചെറിയ കുട്ടിയായതുകൊണ്ട് മോസസ് ഉള്ളിൽ കയറാം. സാധാരണ അങ്ങനെ ആരും കയറ്റുന്നല്ല. പിള്ളേർക്ക് മാത്രം ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട്. അതെ, ഒരു പാർക്ക് പോലെ. இவங்கலாம் நார்மல் வெரைட்டிஸ். நார்மல் கின்னி பிக், நார்மல் ராபிட். ஒன்றும் ஹை ஸ்பீசிஸ் எதுவும் கிடையாது. നമ്മുടെ സാധാ ഗിനി പിഗും ഇതൊക്കെ കേട്ടോ. സാധാ അല്ലേ? இவங்கலாம் இங்கே போட்ட குட்டீஸ். ஆக்சுவலா இதெல்லாம் இன்னும் அதான் கஸ்டமர்ஸ்க்கு இன்னும் ப்ரைஸ் இது பண்ணல. இல்லை இல்லை, கிடைக்க மாட்டாங்க. டீலர்ஸ் ஒன்லி வந்து வாங்கிட்டு போய்க்கிறாங்க. இதோ ചവിട്ടല്ലേ? കുട്ടി. കുഞ്ഞാ. இங்க குட்டி. இங்க போட்ட குட்டி. കേട്ടോ. இவங்க இதோ அங்க വാട്ടർ കുടിക്கிறாங்க. இந்த மாதிரி വാട്ടർ സിസ്റ്റംலாம் വെച്ചിരുന്നു. ഇത് നമ്മുടെ കോഴിക്ക് അല്ലേ? കോഴിക്ക് വെള്ളം കോഴി ഫാമിൽ കൊടുക്കുന്നത്. இவங்க பிரெக்னன்ட். இது ஃபீமேல், இது பிரெக்னன்ட். எவ்வளவு குட்டி போட்டு ஒரு இதுல 3 குட்டீஸ் அவ்வளவுதான். அதிகபட்சம் 3, 2 கம்பல்சரி காப்பாத்திரும். சாப்பிடுமா இதே? இவங்க அவங்களே சாப்பிட்டுக்க மாட்டாங்க. அந்த அந்த ஸ்பீசிஸ் வந்து சாப்பிடுவாங்க. சுத்தமே இருக்கு. இது வந்து கொஞ்சம் டிஃபரெண்டா இருக்கு. கொஞ்சம் இல்ல குளிச்சிட்டு இருக்கு. ஆமா, குளிச்சிருக்காங்க. வாட்டர் குளி കഴിഞ്ഞ ഉറക്കത്തിലാ. வராங்க பாருங்க. இது ஃபீடிங் கொடுக்குறோம்னு நினைச்சு வராங்க. കോഴി കാർപ്പ്. കോഴി ഫിഷ് ആണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത്. ഇതുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കാം. മോസസ് തീറ്റ മേടിക്കും. നീ ചുമ്മാ നടന്നു പോലെ. കയ്യിലോ? கையில கொடுக்கலாம். ഓ ഇതൊക്കെ இந்த சைடு இந்த சைடு. இந்தாங்க. അയ്യോ പോയി. கடிக்கவே மாட்டாங்க. ஆமா.
എന്താ മോസസേ ആണോ கடிக்கவே மாட்டாங்க இவங்க வாய்க்குள்ளேயே விரல்லாம் போனாலும் எதுவும் ஆகாது இது கெஃபே മിനി കഫേ ചെറിയ ചായ കുടിക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ ஆமா இது இப்பதான் ஓபன் பண்ணிருக்கு மெயின் கெஃபே அங்க இருக்கு இது இப்பதான் ടയർ ഇത് ഒറിജിനൽ ടയറാ ஆமா ഒറിജിനൽ ടയർ കേട്ടോ ஆமா ஆமா இங்கே தனி ஆமா ഒരു 3 മണിക്കൂർ കവർ ചെയ്തു പോവാം. അതെ അപ്പൊ ഇത്ര ആരെങ്കിലും അല്ല ഇത്ര നമ്മൾ കണ്ടത് വെച്ച് വെറൈറ്റീസ് തന്നെയാണ് സംഭവം പൈസ മുതലാ അത് മാത്രമല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ ഭയങ്കര ആ അതെ അതെ ഞാൻ ഇങ്ങനൊന്നും നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരെണ്ണമുണ്ടോടാ ഒന്നുമില്ല ഇല്ലല്ലേ ஹேச்சரி இங்கதான் മുട്ട വിരിയിക്കുന്നത് இன்குபேட்டர் போர்ஷன் ഇൻക്യുബേറ്റർ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇൻക്യുബേറ്റർ ഒക്കെയാണ് ഇതിനുള്ളിൽ അത് നമുക്ക് കറക്റ്റ് കാണാം இல்ல இவங்க ஹாஸ்டிச் இது சும்மா ஷோக்கு மட்டும் நம்ம அங்க பார்த்தோம் ஹாஸ்டிச் எக் இந்த சைஸ்ல தான் எக் வரும் ஹாஸ்டிச் இது இன்குபேட்டர் ഇത് തന്നെ ഇത് அது சும்மா டிசைன் ഡിസൈൻ ഇൻക്യുബേറ്റർ ഉണ്ടോ? இன்குபேட்டர் ഇതാണ് ഇൻക്യുബേറ്റർ വെച്ച് டேட் வச்சு எல்லாமே ஐடென்டிஃபை பண்ணி அவங்க இப்பதான் ஓபன் ஆக ஆரம்பிச்சிருக்காங்க இந்த அது மாதிரி ஒவ்வொன்றும் ഇത് என்ன മുട്ട? ഇത് இந்த ചെറിയ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ பிரசன்ட் percent incubator type on the roller. ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാ சின்ன எக் இருக்குல்ல ஆமாமா இது பிஜி ஆன் പ്രാവുകളുടെ ഒക്കെ ஆமா டே 1 டே 3 1 வீக் 2 மந்த் ഇറങ്ങുന്നടാ ഇൻസെറ്റ് அந்த மாதிரி ഇത് കോഴിയാ கோழி അത് മറ്റേ കോഴിന്റെ വിരിഞ്ഞിറങ്ങിയത്. இவங்க இன்னைக்கு தான் பொரிச்சிருக்காங்க ഓ ഇന്നാണ് പൊട്ടി ഇറങ്ങിയേക്കുന്നത് டுடே இன்னைக்கு இவங்க ஆக்சுவலா 2 days ஆகுது அவங்க பின்னாடி பொரிச்சிருக்காங்க 2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ ബേക്കറി இவங்க ஒரு 1 வீக் இருக்கும் ഒരാഴ്ചയായി പോയിട്ട് நல்லா நடக்க ஆரம்பிச்சிருவாங்க 1 வீக் 3 டேஸ்ல நடக்க ஆரம்பிச்சிருவாங்க இவங்கலாம் வந்து ஒரு 2 வீக்ஸ் 3 வீக்ஸ் இருக்கும் ഇപ്പൊ നല്ല ഭംഗിയായി 1 മിനിറ്റ് യോ വഴി തെറ്റി വന്നതാണോ കുഞ്ഞെ അതിനെടുത്ത് തരാൻ പറയാം. എന്തിനാ അത് വേണ്ട കുഞ്ഞില്ല എല്ലാം അസുഖം പിടിക്കാൻ കാരണേ നമ്മുടെ കയ്യിലുള്ള അണുക്കൾ അതിനെ പെട്ടെന്ന് പിടിക്കും ഇതെത്രയാ ഓൾഡർ ചിക്സ് കുറച്ച് വലുതായല്ലേ இவங்கலாம் நல்லா டக்கும் இன்குபேட்டர் ஆனது இவங்கலாம் வந்து கரெக்டா ஒரு 2 மந்த் அந்த மாதிரி 2 மாசம் ஆனவங்க இல்லதான் ஸ்னேக்ஸ் டாடாய்ஸ் ராட்ஸ் എല്ലാ വെറൈറ്റീസുമേ இருப்பாங்க നമ്മുടെ പാമ്പൊക്കെ വരുന്ന സ്ഥലമാണ് ഒരു സൂന്ന് വേണേ പറയാം ஜெர்பிள்ஸ் இவங்க ജെർബിൾ அப்படியே பார்க்கறதுக்கு எலி மாதிரி இருப்பாங்க பட் ஆனா இவங்களோட ஆக்டிவிட்டிஸ் எல்லாமே அணில் மாதிரி இருக்கும் குரில் மாதிரி இருக்கும் பார்க்கவே கியூட்டா இருக்கும் இவங்க பேர் வந்து ஹாம்ஸ்டர் டிராஃப் ஹாம்ஸ்டர்னு சொல்லுவோம் பார்க்கவே அப்படியே அழகா தொட்டா பால் மாதிரி இருப்பாங்க கையில வச்சா இதுல இருக்கிற யாருமே கடிக்கவே மாட்டாங்க பால் மாதிரி இருப்பாங்க இவங்க மைஸ் பேண்ட் மைஸ் இவங்க கலரேஷனுக்காக நல்லா இருக்கும் மார்க்கிங் மாதிரி வந்திருக்கும் அழகா ப்ரௌன் ஒயிட் ப்ரௌன் அப்படி மார்க்கிங் மாதிரி வந்திருக்கும் இவங்க ஹெஜாக்ஸ் முள்ளெலின்னு சொல்லுவோம் அங்க உள்ள படுத்திருக்காங்க മുള്ളൻപന്നിയുടെ ഒരു സ്പീഷീസിൽ പെട്ട സാധനം. കാർട്ടൂണിൽ ഞാൻ ഇതൊക്കെ കണ്ടു പിള്ളേരുടെ കാർട്ടൂൺ ஆமா தூங்குறாங்க இவங்க கார்ன் ஸ்னேக் ஸ்னேக் இங்க இருக்கு இங்க ചുവന്ന കളറുണ്ടാവും. അത് പുറത്തു വരുന്ന കറക്റ്റ് കാണായിരുന്നല്ലേ ഇന്നത്തേക്ക് വരില്ല இவங்க வந்து ஃப்ராக்ஸ் அங்க இருக்காங்க തവള സാധാ തവളയല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ ചൊറിയൻ തവളയല്ല டாடாய்ஸ் ആമാ ഇതിലെന്തോണ്ട്? இது பைத்தான்ஸ் ஸ்னேக் പൈത്തോൺസ് ആണ് എവിടെ பெரிய வெரைட்டி ஸ்னேக் இந்த சைடு 1 மினிட் ഓക്കെ വേണ്ട അവൻ അതിന്റെ ഉള്ളിൽ കയറി ഇവന് പേടിയൊന്നുമില്ല ഇത് കൊത്തില്ലേ ഒന്നും ചെയ്യില്ല. பைத்தான் ചെയ്യില്ല ഒന്നും பண்ண മാட்டേ. வெரி பெட்
പെറ്റ് ഫുൾ വെരി പെറ്റ്. അത് ഇതിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കണേ. ഓക്കെ, அங்க மேல ஒண்ணு இருக்கு. മേളിൽ നോക്ക്. എടുക്കല് വേണം. இங்க உள்ள ஒண்ணு இருக்கு. കണ്ടിട്ടുണ്ടോ? തോണ്ടി എടുക്കുക, കുത്തി തോണ്ടി എടുക്കുക. ഒന്നും ചെയ്യില്ലല്ലേ? എടുത്തു. നമുക്കന്ന് എന്ത് പേടിയായിരുന്നു. നാക്കൊക്കെ പുറത്തിരുന്ന് നോക്ക്. பால் பைத்தான் ഫോട്ടോസ് എടുக்கிறதுக்காக. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ മയില്. ഉയ്യോ, അത് നോക്ക്, അപ്പുറത്തേക്ക് നോക്ക്. അത് പൊളിയല്ലേ മോസേ? അങ്ങോട്ടേ. ஆமாமா அங்க உள்ளதான் போகணும் வாங்க. നമ്മൾ അടുത്ത അതിൻ്റെ ഉള്ളിലേക്കാട്ടോ പോകുന്നത്. ഏവിയറി വീൽ. இந்த போர்ஷன்ஸ் தான், இதுதான் ஏவரி. இப்போ இந்தியாவிலே செகண்ட் லார்ஜஸ்ட் ஏவரினா இதுதான். இது வந்து லெக் வாஷ் பண்ணிட்டு தான் போகணும் ஆக்சுவலாக. நம்ம ஃபுல்லாக இது பண்ணலனாலும், இப்போ ஸ்னேக்லாம் பார்த்தோம், ஸ்னேக்லாம் பார்த்துட்டு அதெல்லாம் எடுத்தோம்ல, எடுத்துட்டு அப்படியே உள்ளே போனால் அவங்களுக்கு இன்ஃபெக்ட் ஆயிடும். ஸோ அதனால ஹேண்ட் வாஷ்லாம் பண்ணிட்டு தான் உள்ளே போகணும். ഇത് നമ്മൾ നോർമൽ വാട്ടറിൽ ഇവിടെ കാല് കഴുകിയിട്ട് ഇനി ഉള്ളിലേക്ക് പോകാം. ഇത് വന്നിട്ട് വേറൊരു വെള്ളം. ഇതെന്താണ്? ഉജാല വെള്ളം. மெடிசன் வாட்டர். മെഡിസിൻ അല്ലേ? നമ്മളിങ്ങനെ കാലൊക്കെ കഴുകി നമ്മുടെ ഉജാലേന്റെ இதனால நம்மளுக்கும் இன்ஃபெக்ஷன் ஆகாது, பேர்டுக்கும் இன்ஃபெக்ஷன் ஆகாது. இது ஒரு നമ്മൾ ഏവിയറിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നു. இங்கே டிக்கெட்ஸ் செக் பண்ணுவாங்க. டிக்கெட் செக் பண்ணிட்டு இது சீடு, பேர்ட்ஸுக்கு ஃபீடு. നമ്മുടെ സൂര്യകാന്തിന്റെ അല്ലേ? சன்ஃப்ளவர், சஃபோலா சீட், அந்த மாதிரி வெரைட்டிஸ் எல்லாமே இருக்கும். கிட்டத்தட்ட ஒரு 7 சீடு மிக்ஸ் ஆயிருக்கும். കിളികളിലെ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട് കേട്ടോ. പൈനാപ്പിൾ കാണിയോർ, ഗ്രീൻ ചിക്ക് കാണിയോർ, ബ്ലൂ ചിക്ക് കാണിയോർ, ബ്ലൂ യെല്ലോ സൈഡഡ് സംഭവം കേട്ടോ. സൺ കാണിയോർ. இப்போ வர மாட்டேன். இதெல்லாம் இது சாப்பாடு போட்டுருக்கா? இல்ல கஸ்டமர்ஸ் ஃபீட் பண்றப்ப அதை சாப்பிட்டுட்டு வெறும் தோல் மட்டும் விழுந்துரும். சீட்ஸ் உள்ள இருக்கிறத அவங்க ஓபன் பண்ணி தான் சாப்பிடுவாங்க ஆக்சுவலா. காணியோர் வெரைட்டி எல்லாமே താഴെക്കൂടെയൊക്കെ നടപ്പുണ്ട്. ஆமா, சன்சீட்ல இருந்து எல்லாமே அவங்க ஓபன் பண்ணி தான் சாப்பிடுவாங்க. പയ്യ മടുത്തു, ടീം മടുത്തിരിക്കുക. ചേട്ടന്മാരൊക്കെ ഇവിടെ തീറ്റിക്കുന്നുണ്ട്. മോസസ് ഇവിടെ പരിപാടി തുടങ്ങിയ വലിയ തിന്നണേ, വിശപ്പില്ല. കുറെ പേര് കൊടുത്തിട്ടുണ്ട്. അതാ அவனுங்க மட்டும் ஒன்னே மார்னிங் குயிக்கா வரணும், இல்லனா ஈவினிங் டைம். இந்த 2 டைம்ல தான் கீழே வருவானுங்க. அவனுங்க நேட்டிவ் வந்து ஆஸ்திரேலியா வருவாங்க. ரொம்ப கூலிங்கா இருக்கிற டைம், அந்த இடம் கூலிங்காவே இருக்கிறனால அந்த டைம்ல, அதாவது வெயில் நம்மளுக்கு இறங்குற நேரத்துல, வெயில் ஏறதுக்கு முன்னாடி அந்த டைம்ல தான் வருவாங்க. മക്കാവൂ. മെല്ലെ എടുക്കുള്ളൂ കേട്ടോ, ഭയങ്കര മെല്ലെ അല്ലേ മോസേ? മക്കാവൂ പറ്റ മെല്ലെ എടുക്കുള്ളൂ. മോസസേ ഇത് കൊള്ളാല്ലേ? എന്തായാലും നമ്മൾ കയറി നമുക്ക് നഷ്ടം എന്ന് പറയുന്ന സാധനം ഇല്ല. വരും ഫീഡ് എടുത്തിട്ട് കൊത്തി ഓടിക്കണേ. എന്തൊരു സാധനം. ഞങ്ങൾ ഇത് കഴിച്ചോ. இது ப்ளூ கிரவுண்ட் காணியூர். காணியூர்லேயே கொஞ்சம் லார்ஜஸ்ட் வெரைட்டி. அவங்க ப்ரையர்லி காணியூர். കഴിക്കാം. മോസസ് എന്ന് മൊത്തം കിളികളാണല്ലോ നേരത്ത്. ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ തത്ത വെറൈറ്റീസിൽ ഒരാളാണ് കേട്ടോ ഇരിക്കുന്നത്. കുത്തുന്നുള്ള പേടിയൊന്നും വേണ്ടല്ലേ? ധൈര്യമായിട്ട് വരാം കേട്ടോ. പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് വന്ന് നല്ല എൻജോയ്മെന്റ് ആയി. ഇത്ര വെറൈറ്റി ഞാൻ ഇവിടെ കണ്ടില്ല. ഞാൻ മൈസൂർ സുഖവനുണ്ട്, പക്ഷെ അവിടെ പോയി പൈസ കൊടുക്കണം. ഈ
இங்க இது போட்டோ எடுக்க அதெல்லாம் எதுவுமே கிடையாது. ഫുള്ള് ഫ്രീ ആട്ടോ. സുഖവേനയിൽ നമ്മൾ ഫോട്ടോ എടുക്കണമെങ്കിൽ 200 രൂപ 300 രൂപയൊക്കെ കൊടുക്കണം. ഇവിടെ നമുക്ക് വേളാങ്കണ്ണി പോകുന്ന ഒരു വഴിക്ക് വരിക കേറുക അത്രേ ഉള്ളൂ. അത് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കയറിയാൽ മുതലാവുന്ന ഒരു സംഭവമാണ്. என்ட்ரன்ஸ்ல எடுக்கணும்ல அந்த டிக்கெட் மட்டும்தான். இதுக்கு எக்ஸ்ட்ரா டிக்கெட் தனியா டிக்கெட் எடுக்கணும். സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. കാരണം കിളികൾക്ക് இங்க இருந்து அந்த அதாவது அந்த முல்லை ஸ்பாட் ஆக்சுவலா இது வந்து அந்த தமிழ்ல 5 இடங்கள் இருக்கும்ல, முல்லை, நெய்தல், பாலை, மருதம், அந்த மாதிரி அந்த 5 வெரைட்டி கான்செப்ட்ல தான் இது ஆக்சுவலா. இப்போ இந்த முல்லைன்ற கான்செப்ட் வரைக்குமே ஆக்சுவலா வந்து ஸ்மால் வெரைட்டிஸ் மட்டும் இருப்பாங்க. ஸ்மால் கார்னிவர்ல இருந்து சன் கார்னிவர்ஸ் வரைக்கும் இங்க எல்லாமே இருப்பாங்க. அப்படியே கொஞ்சம் போயிட்டோம்னா லார்ஜ் வெரைட்டிஸ்லாம் ஸ்டார்ட் ஆயிடும். இவங்க இவ நேம் வந்து பிக்கு. ஆமா, இவ நேம் பிக்கு. இவங்க கார்னிவர்ஸ்க்கு அடுத்த ஸ்டேஜ் வருவாங்க. இது வருமா? வருவாங்க, கூப்பிடுங்க. ദേ മോസേ, ഇതൊക്കെ മോസേ എന്റെ കയ്യിൽ பக்கத்துல போங்க வருவாங்க. கடிக்க மாட்டா. ഇത് കടിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിലേ പിക്കു നമുക്ക് ആശുപത്രി പോവാം. പിക്കു പിക്കു പുള്ളി എന്തോ പിണക്കത്തിലാ. அங்க பெரிய வெரைட்டிஸ் அது. വിളിച്ചോ ഇരിക്കണില്ലടേ. இது சும்மா வியூ ஸ்பாட். அந்த மருதம், முல்லை, இது வந்து அது மருதம்ன்றது மலை சார்ந்த இடங்கள். முல்லைனா வந்து ஃபாரஸ்ட் ஏரியா. இது ஃபுல்லா ஃபாரஸ்ட். இங்க வந்து ஆக்சுவலா வாட்டர் ஃபால்ஸ் மாதிரி இருக்கும். இப்ப உள்ள ஒர்க் நடக்கிறனால அது கொஞ்சம் ஸ்டாப் பண்ணிருக்கோம். இது போட்டோ ஷாப் மாதிரி போட்டோ எடுத்துக்கலாம் கஸ்டமர்ஸ் எல்லாம். உள்ள இறங்கி எடுக்க கூடாது, மேலே இது வரைக்கும் முல்லை. இதுல இருந்து ஸ்டார்டிங் வந்து ஃபாரஸ்ட் சார்ந்த இடங்கள் இது எல்லாமே. വലിയ പാമ്പ്. இது ஆக்சுவலா ப்ரீடிங் பாக்ஸ். சன் கார்னிவர்ஸ், ஸ்மால் கார்னிவர்ஸ்க்கு ப்ரீடிங் பாக்ஸ். இல்ல ப்ரீடிங் இப்போதான் ஸ்டார்ட் பண்ணிருக்காங்க. உள்ள போவேன். ഭയങ്കര ഐഡിയയിൽ ചെയ്തേക്കുന്നത് ഇല്ല മോസേ, ഭയങ്കര ഐഡിയ ആണ്. പ്ലാനിങ്. இப்ப இவங்கெல்லாம் ட்ரெயின் பண்ணிட்டு இருக்கக்கூடிய கார்னிவர்ஸ். இவங்கெல்லாம் இப்பதான் வந்திருந்து. ஆமா, ஹேண்ட் ஃபீடிங் இல்ல, இவங்கெல்லாம் வந்து இப்ப கைக்கு வந்து சீடு சாப்பிடுற ட்ரெயின்ல இருக்காங்க ஆக்சுவலா. லார்ஜ் வெரைட்டிஸ் இப்போ இதுல இருந்து ஸ்டார்ட் ஆயிடும். மருதம் இதெல்லாம் வந்து வயல் சார்ந்த இடங்கள். இதுல இருந்து லார்ஜ் வெரைட்டிஸ் ஸ்டார்ட் ஆயிடும். இதை தாண்டி அவங்க வரமாட்டாங்க, அதை தாண்டி இவங்க வரமாட்டாங்க. அது நாங்க வந்து எதுவும் செட் பண்ணோம் கான்செப்ட் கிடையாது. அவங்களா செட் ஆகிட்டாங்க. அந்த 2 ஸ்பேஸ் வந்து அவங்களோட. இதுல இருந்து இவங்க ஸ்பேஸ் பெரிய வெரைட்டி ஸ்பேஸ். இவங்க வருவாங்க, பட் வந்தாங்கன்னா அவங்க ஃபுல்லா இருக்கிற இடம் அங்கதான். இந்த சைடு வந்தாங்க. அவன் க்ளோஸா போய் மேல வந்து இவன் மேல். அவன் பேர் ஸ்கார். அவளுக்கு பின்னாடி உட்காந்துருக்கால ப்ளூ அண்ட் கோல்டுல, அவங்க ஆக்சுவலா வந்து அவ வந்து ஃபீமேல். அவ பேர் பொன்னி. அது காக்கட்டோ, சல்ஃபர் காக்கட்டோ, அம்பர்லா காக்கட்டோ, 2 வெரைட்டிஸ் காக்கட்டோ இப்போதைக்கு இங்க இருக்கு. மீதி காக்கட்டோஸ்லாம் வரும் இனிமேதான். இல்ல ചേച്ചി പേടിച്ചോടി. ഗ്രീനി കമോൺ. പയ്യന്റെ മേത്ത് വെക്കാണ്. கார்னிவர்ஸ்ல எல்லா வெரைட்டியும் இருக்காங்க. கடிக்க மாட்டாங்க, பட் ஆனா கஸ்டமர்ஸ் தொடக்கூடாதுன்ற ஒரு ரூல் போட்டிருக்கோம். ஏன்னா அவங்க ஹேண்டில் பண்ண தெரியாம. இவன் ஆக்சுவலா முகில். இவன் பேர் முகில். எல்லாத்துக்கும் ஒரு பேருണ്ട് അല്ലേ? മുക്കിൽ കം കം കൊത്തല്ലേ? മുകിൽ. ഒരെണ്ണത്തിന് കൊണ്ടാലും മോശം. ஃபைட் பண்றப்ப முறிஞ்சு போய் 5-6 வெரைட்டிஸ் லாரிஸ் இருக்கு. பிளாக் கேப் லாரி, ரெட் லாரி, கார்டினல் லாரி, பிரவுன் லாரி. பிரவுன் லாரி ஆக்சுவலா அவங்க பிரவுன் லாரி. அப்புறம் இவங்க வந்து ரெயின்போ லாரின்னு சொல்லுவோம். இவங்க வந்து
4-5 கலர்ஸ் கிட்ட வரும் அவங்க உடம்புல. அப்புறம் அவன் பேர் வந்து மேரிகோல்டு லாரி. ஆமா இந்த നോക്കി നടന്നില്ലെങ്കിൽ இது பிரசன்ட், இது சும்மா அழகுக்காக. இவன் மட்டும் இருக்கல டிஃப்ரெண்டா இருப்பான், அவன் தான் மேரிகோல்டு லாரி. மேரிகோல்டு. ஆமா அவங்கலாம் ஆக்சுவலா இப்பதான் இவங்களும் ட்ரெயின் ஆயிட்டு இருக்காங்க. உள்ள போய் ட்ரெயினர்ஸ் வந்து ஃபீட் பண்ண ஆரம்பிச்சிருக்காங்க கொஞ்சம் கொஞ்சமா டேர்ம் ஆனோனையுமே. அப்புறம் ஆமா 1 month கூட இல்ல, ஒரு 2 weeksல റിലീസ് பண்ணிடுவோம். ஆக்சுவலா உள்ள நாங்க ட்ரெயின் பண்ணி தான் கொண்டு. അപ്പൊ അടുത്ത് നമ്മൾ കയറുന്നത് കടലിന്റെ ബീച്ചിന്റെ ഒരു സെറ്റപ്പിലേക്കാ. അടുത്ത അല്ല മൊത്തം സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്, വയല് അല്ലേ, കടല് എല്ലാം സെറ്റപ്പ് എടുത്തില്ല. കടലില് തിമിംഗലം തല പൊക്കി വെക്കുന്നുണ്ടോ സംഭവം രക്ഷയില്ല കേട്ടോ. இது வந்து ரியல் போட் ஆக்சுவலா. ரியல் போட். ஆமா இது ரியல் போட். இந்த சைடு ஃபுல்லா கடல் சார்ந்த இடம். ஆமா இது ப்ரீடிங் பாக்ஸ் தான், அது பாலை சார்ந்த இடங்கள். இதுல இருந்து ஸ்டார்டிங் வந்து பாலைவனம் கான்செப்ட் ஆக்சுவலா. இதுலயே அப்படியே ப்ரீடிங் கான்செப்ட்ல வச்சு இந்த ஹோல்குள்ளேயும் ப்ரீடிங் ஆகுறாங்க. இவங்க மெக்காஸ் இவங்க ஆக்சுவலா ஒர்க் பண்ற பையன் தான். அங்க கிரீன் கலர், அதை ஜூம் பண்ணிக்கோங்க. அவன் மட்டும் மாட்டவே இல்லை, அவன் ஆக்சுவலா எக்லேட்டர்ஸ்னு சொல்லுவோம். அவன் ஸ்பீசிஸே ரொம்ப கம்மியா தான் இருக்கு இங்க, ஒரு 8 பீஸ் கிட்ட தான் இருக்கு. அவங்களும் வருவாங்க. ஆமா இவங்க ஃபுல்லா மக்காவ்ஸ். இங்கே கிரே பேரட் இருக்கு, கிரே பேரட் கெய்க்குன்னு ஒரு வெரைட்டி இருக்கும். அவங்க செம்ம பிளேஃபுல் ஆக்சுவலா. பால் கொடுத்தா பால் விளையாடுவாங்க, அந்த அளவுக்கு அவங்க பிளேஃபுல். இங்க கிரீன் வித் எல்லோல இருக்கான் விளையாட்டு பையன். ஆமா அவன் கிரே, அவன் தான் ஸ்பீக்கிங் எபிலிட்டியில இருக்கலே டாப் 2ல இருக்கிறது. ஃபர்ஸ்ட் வந்து அமேசான் ஒரு வெரைட்டி இருக்கு, அவனும் இருக்கானுங்க இங்க. ஆனா எங்க இருக்கானுங்கன்னு தெரியல. ஒரே 2 பீஸ் மட்டும் இருக்கு, ரெட் ஃப்ரண்டட் அமேசான். പുള്ളിന്റെ കൂടെ പോരും കേട്ടോ. கிரேல 2 பீஸ் இருக்கு. அதுல ஒருத்தன் வந்து வெளியில சுத்திட்டு இருக்கான், அவனை வந்து ரிலீஸ் பண்ணியாச்சு, அவன் முன்னாடியே வந்துட்டான். அவன் வந்து நல்லா பேசுவான், ஹலோ போவானே, ஹலோ சொல்லுவான். ஆமா இங்கிலீஷ்லயே ஹலோ சொல்லுவான். ആണോ ഒരു തേള് കണ്ടോ ஹலோ சொல்லுவான். அப்புறம் அமேசான் சொன்னல, அவன் வந்துட்டு எங்க மேனேஜர் നോക്കി നടക്കണം കേട്ടോ. ராம்னு சொல்லுவான். ராம் மேனேஜரோட பேரு மேனேஜர். அவர் தான் கிட்டத்தட்ட ஒரு அவன் குட்டில இருந்து ஆன்ஃபீட் பண்ணது அவன். ஸோ அதனால அவரை வந்து நல்லா அவங்க ஐடென்டிஃபை பண்ணி அவரை டக்குன்னு சொல்லுவான் ராம் அப்படின்னு சொல்லி இன்ஃபார்ம் பண்ணுவான். அதெல்லாம் அங்க போய் எடுங்க, போங்க എടുക്കാം. അതെ അതെ ഇത് എന്താ അറിയോ, ബീച്ച് സൈഡ് ആയതുകൊണ്ടേ ഫുള്ള് നെറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കിളികളൊന്നും പുറത്തു പോകുന്നുള്ള പ്രശ്നം പേടിയേ വേണ്ട. നമുക്ക് പുറത്തിറങ്ങാം അല്ലേ. വാക്കിംഗ് സ്ട്രീറ്റ്. ഓ വാക്കിംഗ് സ്ട്രീറ്റും ഉണ്ട് കേട്ടോ. വാക്കിംഗ് സ്ട്രീറ്റ് നമ്മൾ ഇത്രയും இந்த சைடு இதுக்கு அப்படியே ஆப்போசிட் சைடு ரெண்டுமே வந்து வாக்கிங் ஸ்ட்ரீட். இது ஃபுல்லா இது இல்ல சும்மா ஃப்ளவர் மட்டும். ஆமா சும்மா ஃப்ளவர் மட்டும், சும்மா வாக்கிங் பண்ணிக்கலாம். ഇതിൽ ഇങ്ങനെ നടക്കാട്ടോ, ഇങ്ങനെ പുറത്തു കൂടി ഇങ്ങനെ നടന്ന് റൗണ്ട് അടിച്ച് ഈവനിംഗ് വാക്ക് പോലെ അല്ലേ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നേ വരെ ഇത്രയും വലിപ്പത്തിൽ കണ്ടിട്ടില്ലടാ. ബേഡ്സിന്റെ സാങ്ച്വറി പോയിട്ടുണ്ട്. അതെ അതെ அது கிட்டத்தட்ட ஸ்கொயர் ஃபீட் கரெக்டா தெரியல. இந்த சைடு அப்படியே ஆக்சுவலா அப்படியே வெளில வந்தோனே சில்ட்ரன்ஸ் பார்க். சும்மா சில்ட்ரன்ஸ் மட்டும் விளையாடுறது. அதாவது ஒரு ദിവസം ஸ்பெண்ட் ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പ് എല്ലാ സംഭവം ഉണ്ട്. അതോ പോയി വരുന്നവർക്ക് മിസ് ചെയ്യരുത്. അതെ അതെ വേളാങ്കണ്ണി നല്ല ഈ വഴിക്ക് പോകുന്ന ആർക്കും அங்க கிரிக்கெட் ஆக்சுவலா சும்மா சின்ன டர்ஃப் மாதிரி. கிரிக்கெட் ஆமா பால் ஆட்டோமேட்டிக்கா. 7D തിയേറ്റർ ആട്ടോ. ഇവിടെയാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് എല്ലാം വരുന്നത്. തിയേറ്റർ ഗ്ലാസ് വെക്കണം കേട്ടോ. അത് ഗ്ലാസ് വെച്ച് കണ്ടാലേ അതിന്റെ ഒരു ഭംഗി കിട്ടും. ഏതാ കുട്ടിച്ചാത്ത എനിക്കറിയാം. പണ്ട് ഓലമേഞ്ഞ തിയേറ്ററിൽ ഫിഷ് സ്പായും അങ്ങനത്തെ മസാജ്, അതായത് ലെഗ് മസാജ്, ഫിഷ് മസാജ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ.
അവതാറിന്റെ സിനിമയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഓടാൻ പോണേ. അപ്പോൾ ഇവിടെ നമ്മുടെ 1983 സിനിമയിൽ കണ്ട പോലെ ഇതുണ്ടോ ഈ മെഷീൻ വെച്ചിട്ടാണ്. ഞാനില്ല, എനിക്കറിയില്ല ക്രിക്കറ്റ് കളിക്കാൻ. ഇതാണോ, ഇതാണ് മെഷീൻ വരുന്നത്. ആ മോസസിനെ അടിക്കാൻ അറിയാവുന്നോട്ടെ, എന്റെ തലക്കെട്ട് അടിക്കല്ലേ. ആ 1 മിനിറ്റ്. മെഷീൻ ഇവിടെ ഓൺ ആക്കുന്നേ ഉള്ളൂ കേട്ടോ. ആ ഇതിലെ നോക്കും, എയിം ആക്കും, എന്നിട്ട് മെഷീനിൽ സ്പീഡ് അഡ്ജസ്റ്റ് பண்ண முடியுமா? ஸ்பீட் அட்ஜஸ்ட் பண்ணிக்கலாம். இப்போ 43ல இருக்கா, நம்ம ஃபாஸ்ட் பவுலர் 80 போடுவாங்களா, ஸ்பின் பவுலர் வந்து 80 போடுவாங்களா, 80 அளவுக்கு வச்சுக்கலாம். 80 220 ஃபாஸ்ட் பவுலர் எவ்வளவு போடுவாங்களோ அந்த அளவுக்கு வச்சுக்கலாம் நம்ம. ഓ അത്ര സ്പീഡിൽ വെച്ചിട്ട് വിടാട്ടോ. 100 வச்சிருவோமா? ആ 100 കിലോമീറ്റർ ആണ്. ആ 100 കിലോമീറ്റർ ஸ்பீட். பால் இருக்கா உள்ள? ആ ഇருக்கு ഉള്ള ബോൾ ഉണ്ട്. ഇപ്പൊ നോക്കിയോ, ഈ ഫോൺ നോക്കിയോ, வந்து எய்ம் வைக்கிறோம் அப்படினா എയിം ആക്കുന്നു. പോരുവേ. ആ കളിക്കറിയാം മോസസിന് കളി അറിയാം. കസ്റ്റമേഴ്സിനാണെങ്കിൽ ഒറ്റ ഓവർ ഉള്ളൂ കേട്ടോ. ഔട്ട് പോര് ഔട്ടാ, ഇനി കളിയില്ല. ഇനി ഇതാ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി എക്സിറ്റ് ആയി. ഓ അപ്പുറത്തേക്ക് കറങ്ങൂല കേട്ടോ. ഇനി നിനക്ക് കേറി വരാൻ പറ്റില്ല കേട്ടോ. ഇങ്ങോട്ട് വരില്ല. ആ അതെ ടിക്കറ്റ് എടുക്കാണ്ട് തിരിച്ചു വരുന്നവർക്ക് വേണ്ടിയുള്ള പണിയായത്. അതെ അപ്പൊ നമ്മളങ്ങനെ പോണ വഴിക്ക് വണ്ടി ഒന്ന് സൈഡാക്കി കേട്ടോ. അവിടെ അണ്ണ ഒരു പേരെന്നെ ആറുമുഖം. അപ്പോൾ നമ്മൾ ആറുമുഖണ്ണൻ്റെ കരിമ്പങ്കടേൻ്റെ അടുത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുക്ക് ചെയ്യാം കേട്ടോ. ഇതൊക്കെ കോഴി ഇവിടെ കഴുകി തിരുമ്മി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, കറിവേപ്പിലൊക്കെ ഇത്ര വേണടാ, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ്, സവോള അരിഞ്ഞ്. ഇവിടെ അരിയലുകാരനൊക്കെ മോസസ് ആട്ടോ. മോസസ് അരിഞ്ഞാലേ ശരിയാവുള്ളൂ അല്ലേ? അന്നോട്ട് അരിയല്ല അല്ലേ? നന്ദി ഉണ്ടായിരിക്കും. അതുപോലെ ഇന്നും നമുക്ക് ബിരിയാണി സമയമില്ല. കാരണം അതെന്തായാലും പൈസ ഒരു രക്ഷയില്ല. 200 രൂപയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ അടുക്കളക്കാരി ഇവിടെ കുക്കിങ് തുടങ്ങിയിട്ടുണ്ട്. മോസസേ, ഇന്നിപ്പോൾ അധികം നമുക്ക് എടുക്കാനില്ലാത്തതുകൊണ്ട് നീ പറ എന്താ ചെയ്യാൻ പോണേന്ന്. ബിരിയാണി അതായത് അന്ന് നമ്മൾ ചെയ്ത പോലെയല്ല, ഒരു മാറ്റം വരുത്തിയിട്ട് സവോള വാടി ഇതെല്ലാം ഇട്ട് വാടിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് ഒരു വിസിലിട്ട് വേവിക്കണം. എന്നിട്ട് അതിലേക്ക് അരി ഇടാം അല്ലേ? അപ്പോൾ എന്താ പറയുക, ചോറ് ഒരു കൂവിന് ചോറും വേവും. അപ്പോൾ അതോടെ നമ്മുടെ പരിപാടി തീരും. അപ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. യെസ്, പൊളി. മോസസേ, ഇന്ന് നീ അങ്ങനെ കഴിച്ച് കാണിക്കുമ്പോഴേ നാക്ക് പൊള്ളരുത്. ഞാൻ ഇതേപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ തുറന്നിട്ട് ആൻസിൻ്റെ അടുത്ത് വന്ന് ടേസ്റ്റ് നോക്കാൻ. ഞാൻ ടേസ്റ്റ് നോക്കി നാക്കയിലേക്ക് അങ്ങോട്ട് കൊണ്ട് വെച്ച് നാക്കിൻ്റെ തൊലി പോയി പൊള്ളിയിട്ട്. എന്താ ചൊറിയുന്നുണ്ടോ? ഉറുമ്പ്. അത് ഈ മരത്തേന്ന് ചാടുന്ന ഉറുമ്പാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചേക്കാം. ഇനിയിപ്പോൾ നോക്കിയിരിക്കാൻ വേറെ സമയമില്ല. അണ്ണന് വേണമെന്ന് ചോദിച്ചു നോക്കാല്ലേ? നീ ഇച്ചിരി ഒന്ന് കഴിക്കി, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാനാ. നീ എന്നും എന്നെ പരീക്ഷിക്കുന്നേ, അതല്ലേ അതിൻ്റെ ശരി. ഞാൻ കഴിക്കാൻ പോകാം. ആ അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നൊന്നും വീഡിയോ എടുക്കൂല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരുടെ ഫോണ് ഫുള്ളായി. ഇനി വീഡിയോകൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഉള്ള പരിപാടികൾ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നീ ഉറച്ചൊന്ന് കഴിച്ച് കാണിക്കണം. അത് കുഴപ്പമില്ല, നീ കഴിക്കുക കാണിക്കും. ചിക്കൻ പീസ് അല്ല നമുക്ക് അറിയണ്ടേ. കൊള്ളി ആയാലെങ്കിലും കൊള്ളൂന്നേ സൂപ്പറെന്നേ പറയാവുള്ളേ അല്ലേ? എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കഴിച്ചിട്ട് വേഗം വിടാം കേട്ടോ.